ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക, മുട്ട കൊണ്ട് ഒരു കിഡിലൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പച്ചമുളക്, പിന്നെ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് വലിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുത് 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയതാണെങ്കിൽ ഒരു 2 എണ്ണമൊറ്റ മതി. പിന്നെ അതുപോലെ തന്നെ ഞാനിതിപ്പം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറ് മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ കളറ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഉള്ളി കാഞ്ഞാലുള്ള മണം അറിയാലോ. അപ്പോൾ ഇതുപോലെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് നല്ലതാണ്. ഇത് അത്ര പഴുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായി ഞാൻ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നൊക്കെ ആകുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതുകൊണ്ട് തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ടായിട്ടാകുമ്പോൾ അതിൽ ഒരു വെള്ള പശ പോലെയൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചല്ലേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് എരിവൊക്കെ ആകുമ്പം എന്താ പറയുക, കഴിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ മുളകിൻ്റെ മണമൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി കിട്ടി. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയിലേക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കലക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമുക്കതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒന്ന് കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ അധികം ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് ഇങ്ങനെ പിടിച്ച് അത് വെന്ത് കിട്ടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലിയതായി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കുറച്ച് വലിപ്പം നോക്കിയിട്ട് നിങ്ങളതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, വലിയ കഷ്ണമായിട്ടൊന്നും അല്ല ചെയ്ത് കൊടുക്കുന്നില്ല, ചെറിയ കുഞ്ഞ് കഷ്ണം. അപ്പം നമ്മുടെ ആ ഉള്ളിയും കൂടെ ചെറുതല്ലേ ഉള്ളത്. അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ഒന്നിങ്ങനെ വെള്ളമൊക്കെ ആയി തോന്നാം. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ അത് നല്ല പൊരിഞ്ഞ് കിട്ടും. ഇത് നല്ല പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ അതിന് വെള്ളമൊന്നുമില്ല. കുറച്ചും കൂടി പൊരിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മുട്ട വറുത്തത്. അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ല ഉള്ളീൻ്റെ മണം കൂടി ആകുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.